നിങ്ങൾ ഈ മാസം ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് ഈ മാസം മേടിക്കരുതെന്നേ പറയും. കാരണം അടുത്ത മാസം ഇഷ്ടം പോലെ കിടിലൻ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സാംസങ്ങിന്റെ S26 സീരീസ് ഇറങ്ങുന്ന അടുത്ത മാസമാണ്. 10,000 mAh പവർ ബാങ്കുള്ള ഫോൺ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കിടിലൻ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഫോണാണ് റെഡ്മിയുടെ നോട്ട് 50 പ്രോ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഫോൺസാണ് ലോഞ്ച് ചെയ്യുന്നത്. പ്രോയും പ്രോ പ്ലസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ടിൽ വരുന്ന 6.83 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതിൽ പ്രോ പ്ലസിൽ കർവ് ഡിസ്പ്ലേ ആയിരിക്കുന്നു. മറ്റേത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ റിയൽമി 60 പ്രോയിലും ഇതേ ഒരു ട്രെൻഡ് തന്നെയാണ് കണ്ടത്. അതുപോലെ തന്നെ ക്യാമറയിലും അതിൽ കണ്ട അതേ ഒരു ട്രെൻഡ് ഇതിലും പിന്തുടരുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിന് വരുന്നത് 200 MBന്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 8 MBന്റെ അൾട്രാ വൈഡ് ആയിരിക്കും. എന്നാൽ പ്രോ പ്ലസിൽ മാത്രമായിട്ട് 50 MBന്റെ ഒരു ടെലിഫോട്ടോയും കൂടി ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗന്റെ 7S Gen 4ന്റെ പ്രൊസസർ ആയിരിക്കും രണ്ടിലും പറയുന്നത്. എന്നാൽ ചില റൂമേഴ്സുകൾ പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. പ്രോ പ്ലസിൽ മാത്രമേ ഈ സ്നാപ്ഡ്രാഗന്റെ പ്രൊസസർ വരും. മറ്റേൽ വരാൻ പോകുന്ന ഡൈമെൻസിറ്റിന്റെ 1400 ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഇറങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കുക എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ മാസം 29-ാം തീയതിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 30,000-ന്റെ 40,000-ന്റെ ഇടയ്ക്കാണ്. റിയൽമിന്റെ 60 പ്രോ ഒക്കെ പ്രൈസ് ചെയ്ത പോലെ തന്നെ. അടുത്താണ് സാംസങ്ങിന്റെ S26 സീരീസ് എന്ന് പറയുന്നത്. അത് വരുന്ന 3 ഫോൺസുകളാണ് S26, S26 പ്ലസ് ആൻഡ് S26 അൾട്ര എന്ന് പറയുന്നത്. ഈ തവണ എഡ്ജ് ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ചില റൂമേഴ്സുകൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സെപ്പറേറ്റ് ഇറങ്ങാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഞാൻ അത്രത്തോളം പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ ഈ സാധനത്തിന്റെ സൈസ് ഭയങ്കര കുറവായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്ലിം ഫോൺ ആയതിന്റെ പേരിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് കുറവായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ എല്ലാം അവർ കട്ട് ഷോട്ട് ചെയ്തായിരുന്നു. അതിന്റെ പേരിൽ തന്നെ സെയിൽസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ കിലോമീറ്റർ ഇറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റ് വരുന്ന 6.3 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MBന്റെ മെയിൻ ക്യാമറയും 12 MBന്റെ അൾട്രാ വൈഡും 10 MBന്റെ ടെലിഫോട്ടോ ആണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും വരുന്നത് 12 MBന്റെ ആണ്. അതിലൊക്കെ ഒരു ഇംപ്രൂവ്മെന്റ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഐഫോൺ 18 MB ആക്കില്ല. ഐഫോണിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇവരും അത് ചെയ്യുമെന്ന് വിചാരിച്ചു. ബട്ട് ഒരു ഗുണമല്ല, ഇപ്പോഴും അതേ ക്യാമറ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 888 Gen 5 ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ചില റൂമേഴ്സുകൾ ഇറങ്ങുന്നത് അങ്ങനെ ആയിരിക്കില്ല, എക്സിനോസിന്റെ പ്രൊസസർ വരുന്നതാണ്. അതിന് സാധ്യത ഞാനും വല്ലാതെ കാണുന്നുണ്ട്. കാരണം സ്നാപ്ഡ്രാഗന്റെ പ്രൊസസർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കട്ടിന്റെ ഭാഗമായിട്ട് മിക്കവാറും അവർ ബേസ് വേരിയന്റിൽ എക്സിനോസ് ഇറക്കാൻ സാധ്യതയുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4300 mAhന്റെ ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് ഈ സാധനത്തിനുണ്ട്. ഇനി S26 പ്ലസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ബേസ് വേരിയന്റ് അതേ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. 50 MBന്റെ മെയിൻ ക്യാമറയും 12 MBന്റെ അൾട്രാ വൈഡും 10 MBന്റെ ടെലിഫോട്ടോയാണ് സാധനത്തിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയും 12 MBന്റെ ക്യാമറ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ബാറ്ററിയുടെ കാര്യത്തിലാണ് ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഉള്ളത്. 4900 mAhന്റെ ബാറ്ററിയാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ സാധനത്തിലുമുണ്ട്. പ്രൊസസറിന്റെ കാര്യം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതേ റൂമർ ഈ സാധനത്തിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 888 Gen 5 വരുമോ അതോ എക്സിനോസ് വരുമോ എന്നുള്ള കാര്യത്തിലും ഇതിലും മിക്കവാറും എക്സിനോസ് തന്നെയാണ് വരാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൈസ് പിടിച്ച് നിർത്തണമല്ലോ, അതുകൊണ്ട് അതാവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയുന്നത്. ഇനി മെയിൻ ഫോണായ S26 അൾട്രാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് 9 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 200 MBന്റെ മെയിൻ ക്യാമറയും 50 MBന്റെ അൾട്രാ വൈഡും 50 MBന്റെ പെരിസ്കോപ്പും 12 MBന്റെ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന 5200 mAhന്റെ ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ സാധനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില റൂമേഴ്സുകൾ വരുന്നുണ്ട് ഇതിൽ പ്രൈവസി ഡിസ്പ്ലേ സെറ്റപ്പ് വരും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമുക്ക് ചില സ്ക്രീൻ ഗാർഡുകൾ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നോക്കിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതേ ഒരു ടെക്നോളജി ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന സ്നാപ്ഡ്രാഗന്റെ 888 Gen 5 തന്നെയായിരിക്കും. ഇതിൽ എക്സിനോസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി 3 ഫോണുകൾ ഇറങ്ങാൻ പോകുന്നത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും. പിന്നെ ഈ ഫോണിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വൻതോതിൽ വരുന്നുണ്ട്. അതിന് പേരിൽ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്. വാറന്റിന്റെ സമയത്തൊക്കെ റീപ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ വാറന്റിക്ക് ശേഷം വരുമ്പോൾ റീപ്ലേസ്മെന്റ് കിട്ടിയെന്നും എല്ലാം ചിലവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ കഴിഞ്ഞ അടുത്ത ഫോൺ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ചേഞ്ചും ഇല്ല. പിന്നെ എന്തിനാണ് ഈ ഫോൺ എടുക്കുന്ന കാര്യത്തിൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. മറ്റേ ഫോൺ വില കുറഞ്ഞ് കിട്ടുമ്പോൾ അത് എടുക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇതൊക്കെ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങളെ പേഴ്സണൽ ചോയ്സ് ആണ്. അടുത്താണ് നമ്മൾ 10,000 mAhന്റെ ഫോണായ റിയൽമിന്റെ P4 പവർ എന്ന് പറയുന്നത്. ഇത്രയും വലിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫോണുകളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി 27 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആക്കി എടുക്കുക. പിന്നെ ഒരു കേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു ഫോൺ ചാർജ് തീരുമ്പോൾ ചാർജ് ചെയ്യാം. അങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഈ സാധനത്തിനുണ്ട്. ഇനി ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള 140 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MBന്റെ മെയിൻ ക്യാമറയും 8 MBന്റെ അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 MBന് ഒന്നിനും കൊള്ളാത്ത നാക്കറി ക്യാമറ ഈ സാധനത്തിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ വരുന്ന 16 MBന്റെ ക്യാമറയാണ്. അതുപോലെ തന്നെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡൈമണ്ട്സിറ്റിന്റെ 1400 അൾട്രയാണ് വരാൻ പോകുന്നത്. ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജനുവരി 29-ാം തീയതിയാണ്. ഈ മാസം തന്നെയാണ്
ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 25,000 താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ വേണം, അപ്പോൾ തന്നെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉള്ള ഒരു ഫോണൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണായിട്ടാണ് ഈ സാധനം എനിക്ക് തോന്നുന്നത് പറയുന്നത്. അതേപോലെ തന്നെ റിയൽമിന്റെ വേറെ ഫോണും കൂടി ഇറങ്ങുന്നുണ്ട്. റിയൽമിന്റെ 60 Pro സീരീസ് ഇറങ്ങി നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഒരു ബേസ് വേരിയന്റ് ആയ റിയൽമി 60 ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.57 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MP മെയിൻ ക്യാമറയും 50 MP ഫ്രണ്ട് ക്യാമറ ഉണ്ടാവുന്നതാണ് അറിയാൻ സാധിച്ചത്. ബാക്കിയുള്ള ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Dimensity 6400 ടർബോ എന്ന് പറയുന്ന പ്രൊസസറാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് കിട്ടുന്നുണ്ട്. ഇതിന്റെ പ്രൈസും എക്സ്പെക്ട് ചെയ്യുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ കുഴപ്പമില്ലാത്ത വേറെ ഫോൺ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരിയുടെ സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴായിരിക്കും. അടുത്താണ് iQOOന്റെ 15R എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന 6.59 ഇഞ്ചിന്റെ 140 ഹെർട്സ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 200 MP മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡും 32 MP ഫ്രണ്ട് ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 1600 mAh ബാറ്ററി 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും. അതേപോലെ തന്നെ പ്രൊസസർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 പ്രൊസസർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 35,000 40,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് റൂമേഴ്സ് പ്രകാരം എന്ന് പറയുന്നത്. ബട്ട് ആ പ്രൈസൊക്കെ വരാൻ സാധ്യത എനിക്ക് വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് എല്ലാ ഫോണുകളുടെയും വില കൂടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വിലയും 40,000 രൂപയ്ക്ക് മുകളിൽ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ റൂമേഴ്സ് പ്രകാരം പോലെ തന്നെ 35-നും ഒരു 40-ന്റെ ഇടയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഡീലായിരിക്കും. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി സെക്കൻഡ് വീക്കിലൊക്കെ ആയിരിക്കും. അടുത്താണ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഫോണായ ആപ്പിളിന്റെ 17e എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റിന്റെ 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 4000 mAh ബാറ്ററിയും 48 MP മെയിൻ ക്യാമറയും 12 MP സെൽഫി ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ A90 പ്രൊസസർ വരുമെന്നും കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. കാരണം ഒരിക്കലും ആപ്പ് ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻസ് ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിന്റെ പ്രൈസിങ്ങിന്റെ കാര്യം നമുക്കറിയുന്ന പോലെ തന്നെ കടിച്ച ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ തന്നെ ആയിരിക്കും പ്രൈസിങ് വരാൻ പോകുന്നത്. ഇതിന്റെ ലോഞ്ച് വരാൻ പോകുന്നത് ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിന്റെ സമയത്തായിരിക്കും. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിന് ഈ ഫോൺ ഒരു വർത്തായ സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് കടിച്ച ആപ്പിളിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കും. അതേപോലെ തന്നെ iQOOന്റെ വേറെ ഫോൺ iQOO Neo 11 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8L8 പ്രൊസസർ ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6.8 ഇഞ്ചിന്റെ LTPS സപ്പോർട്ടുള്ള 140 ഹെർട്സ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ വരാൻ പോകുന്നത്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MP മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡും 16 MP ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഈ സാധനത്തിൽ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 7500 mAh ബാറ്ററി 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഈ സാധനത്തിൽ വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസിങ് എന്തായാലും വരാൻ പോകുന്നത് ഒരു 40,000 മുകളിലും ഒരു 50,000 താഴെയൊക്കെ ആയിരിക്കും. ആ പ്രൈസ് റേഞ്ചിനാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്തൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത്. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഫെബ്രുവരി സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ഒക്കെ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഭാഗത്തു നിന്ന് ഒരു മിഡ് റേഞ്ച് ഫോണാണ് സാംസങ് A07 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ Dimensity 6300 പ്രൊസസറും 50 MP മെയിൻ ക്യാമറയും 8 MP സെൽഫി ക്യാമറയും അതേപോലെ തന്നെ 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സാധനത്തിൽ കിട്ടാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസിങ് എന്തായാലും വരാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെയാണ്. അതുപോലെ ഇതിന് ലോഞ്ച് വരുന്നത് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് ആ സമയത്തൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 15,000 രൂപയ്ക്ക് താഴെ ഒരു സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം എന്ന് ഇത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോൺ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ വലിയൊരു കാര്യമായിട്ടൊന്നും ഇതിൽ പറയാനില്ല. അടുത്താണ് പോക്കോന്റെ X9 Pro Max എന്ന് പറഞ്ഞ ഫോൺ എന്ന് പറയുന്നത്. ഇതിൽ വരാൻ പോകുന്ന 6.83 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു OLED ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ 50 MP മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡും ഈ സാധനത്തിൽ വരുന്നതായിരിക്കും. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Dimensity 9500S എന്ന് പറഞ്ഞ പ്രൊസസർ ആയിരിക്കും. അതുപോലെ തന്നെ 9000 mAh ബാറ്ററി 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഈ സാധനത്തിൽ വരുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസിങ് ഒരു 40,000 ആ റേഞ്ചിലൊക്കെ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ പോക്കോന്റെ X9 Pro എന്ന് പറയുന്ന സാധനം കൂടി ഇറങ്ങുമെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും വലിയ തോതിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാത്തത്. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫെബ്രുവരി സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആ വീക്കിലൊക്കെ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്താണ് വിവോന്റെ V70 എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന 6.59 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു LTPS ഫ്ലാറ്റ് ആവുന്ന ഡിസ്പ്ലേ ആണ് ഈ സാധനത്ത് വരാൻ പോകുന്നത്. പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 പ്രൊസസർ ആയിരിക്കും. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MP മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡും 50 MP ടെലിഫോട്ടോയും 50 MP ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 6500 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസിങ് വരാൻ പോകുന്നത് ഒരു 40,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ആ പ്രൈസ് റേഞ്ചിന് അത്ര വലിയ സംഭവമായിരുന്നു തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫോണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ V70 L8 എന്ന് പറഞ്ഞ ഒരു ഫോണും കൂടി ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. 50 MP മെയിൻ ക്യാമറയും 50 MP ടെലിഫോട്ടോയും 50 MP ഫ്രണ്ട് ക്യാമറയും 8 MP അൾട്രാ വൈഡ് ഒക്കെ തന്നെയാണ് ഈ സാധനത്തിൽ വരുന്നത്. ബാറ്ററിന്റെ കാര്യത്തിലും സെയിം തന്നെയാണ്. 6500 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ആ സാധനത്തിലും കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6.59 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. മെയിൻ ആയ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാൻ
പറയാൻ പറ്റുന്നത് പ്രൊസസ്സറിൻ്റെ കാര്യമാണ്. അതിൽ വരാൻ പോകുന്നത് 8s Gen 3ൻ്റെ പ്രൊസസ്സറാണ് വരാൻ പോകുന്നത്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെയും പ്രൈസിങ് വരാൻ പോകുന്നത് ഒരു 50-40 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ രണ്ട് ഫോണുകളും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2nd വീക്ക് അല്ലെങ്കിൽ ഒരു 3rd വീക്കിലായിരിക്കും. അടുത്താണ് OnePlus 50T എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ OnePlus 50 Turbo എന്ന് പറയുന്ന സാധനം. ഈ സാധനത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.32 ഇഞ്ചിൻ്റെ 165 Hz റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു LTPO ഡിസ്പ്ലേ ആണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 5ൻ്റെ പ്രൊസസ്സർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 50 MB മെയിൻ ക്യാമറയും 50 MB ടെലിഫോട്ടോയും 32 MB ഫ്രണ്ട് ക്യാമറയാണ് വരാൻ പോകുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലൊന്നും ഇതുവരെ വലിയ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഈ സാധനം ഒരു ലാസ്റ്റ് വീക്കോടെ ഫെബ്രുവരി ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസിങ് എന്തായാലും വരാൻ പോകുന്നത് 50,000 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിരിക്കും. ഇത്രയും വലിയ പ്രൊസസ്സർ ആയതുകൊണ്ട് അതിന്റെ താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്താണ് മോട്ടോറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ 140 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബുലൻസ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 50 MB മെയിൻ ക്യാമറയും 32 MB ഫ്രണ്ട് ക്യാമറയും ആണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പ്രൊസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 7s Gen 3ന്റെ പ്രൊസസ്സർ ആയിരിക്കും. ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സാധനത്തിൽ വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ്. ആ പ്രൈസിന് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മിക്കവാറും 30,000 രൂപയ്ക്ക് താഴെയാവാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. ആ പ്രൈസിന് വരുവാണെങ്കിൽ ഒരു അടിപൊളി ഫോണാണ്. അതേപോലെ തന്നെ മോട്ടോറോളയുടെ എഡ്ജ് 70 Pro എന്ന് പറഞ്ഞ ഫോണും കൂടി വരുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ 140 Hz റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ ആണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 50 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 50 MB ക്യാമറയാണ് ഈ സാധനത്തിൽ വരാൻ പോകുന്നത്. പ്രൊസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 4ന്റെ പ്രൊസസ്സർ ആയിരിക്കും. 5200 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ സാധനത്തിൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 35,000 രൂപയ്ക്കാണ്. ഈ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്കിലായിരിക്കും. അടുത്ത് നടന്ന ഒരു ഫോൾഡബിൾ ഫോണാണ് Oppo Find N6 ഫോൾഡബിൾ എന്ന് പറയുന്നത്. ഇതിൽ വരാൻ പോകുന്ന 8.1 ഇഞ്ചിന്റെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 200 MB മെയിൻ ക്യാമറയും സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 5ന്റെ പ്രൊസസ്സർ ആയിരിക്കും. 6000 mAh ബാറ്ററിയും 80 അല്ലെങ്കിൽ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ സാധനത്തിൽ ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. ഇതേ സാധനം തന്നെ ഇന്ത്യയിൽ റീബ്രാൻഡ് ചെയ്ത് OnePlusന്റെ ഫോൾഡബിൾ ആയിട്ട് വരുമെന്ന് കേൾക്കുന്നുണ്ട്. അല്ല എത്രത്തോളം സത്യാവസ്ഥ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. ഈ സാധനം മിക്കവാറും ഇറങ്ങാൻ പോകുന്നത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടൊക്കെ കൂടി തന്നെ ആയിരിക്കും. ചിലപ്പോൾ മാർച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൂടാതെ തന്നെ ചൈനയിൽ കുറേ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വിവോന്റെ X300 Ultra ഇറങ്ങുന്നുണ്ട്. Oppo Find X9 Ultra ഇറങ്ങുന്നുണ്ട്. iQOO 15 Ultra ഇറങ്ങുന്നുണ്ട്. ഇതിൽ എത്ര ഫോണുകൾ ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു സാധനം ഇറങ്ങുന്നുണ്ടെന്ന് അറിയിച്ചു മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത മാസം അതുപോലെ തന്നെ ഈ മാസം ലാസ്റ്റോടെ ഇറങ്ങുന്ന ഫോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.